നമസ്കാരം. ഡിസംബർ 4 കേരള രാഷ്ട്രീയത്തിൽ അധികമാരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അമാന്യമായ ഒരു അധ്യായത്തിൻ്റെ അടയാളങ്ങൾ അവശേഷിപ്പിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് പാലക്കാട്ട് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ന് രാഹുൽ മാങ്കൂട്ടം ആരാണ് എന്ന് നിയമപരമായ പരിശോധനയിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അയാളുടെ ജാമ്യം തള്ളിക്കൊണ്ട് കോടതി പുറപ്പെടുവിച്ച വിധി മാത്രം മതി കേരള രാഷ്ട്രീയത്തിൽ ഇമാതിരി ഒരു നേതാവ് എന്തുമാത്രം ബാധ്യതയായിരുന്നു എന്ന് തെളിയാൻ. അതിൻ്റെ തുടർച്ചയായി കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കി. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ 5 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഒന്നാമത്തേത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാപകമായ പരാതികൾ പാർട്ടിയിൽ വലിയ തോതിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് 1 വർഷത്തിലധികമായി ഇപ്പോഴും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കും മുമ്പ് തന്നെ പരാതികൾ ഉണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ തോതിലുള്ള പരാതി പ്രളയം പാർട്ടിയിൽ ഉണ്ടായിട്ടും മുതിർന്ന ബഹുമാന്യരായ ജനപ്രതിനിധികളുടെ മകൾക്ക് പോലും ഉണ്ടായ ദുരിതാനുഭവത്തിൻ്റെ രേഖകൾ, അടയാളങ്ങൾ, കംപ്ലൈൻറ്റുകൾ ഉണ്ടായിട്ടും ഒരു നടപടിയും എടുക്കാതെ സംയമനം പാലിച്ച് മുന്നോട്ട് പോയ കോൺഗ്രസിൻ്റെ കാര്യമാണ്. കോൺഗ്രസ് ഒടുവിൽ പരാതികൾ തുടരെ വന്നു. ഈ സാഹചര്യത്തിൽ ശബ്ദരേഖകൾ വന്നു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ പരാതിയൊന്നുമില്ലാതെ സമ്മർദ്ദത്തിൻ്റെ തുടർച്ചയായി ഞങ്ങളിത് പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്തു. പക്ഷേ എല്ലാ സുരക്ഷിതത്വവും ഒരുക്കി കൊടുത്തു. അയാൾക്ക് വേണ്ടുന്ന സാഹചര്യം, ഒരു റീ ഓപ്പണിങ്ങിന് പാലക്കാട് പാർട്ടി വേദി. എന്നാൽ ഔദ്യോഗികമായി മുഖ്യമന്ത്രിക്ക് ഒരിര പരാതി കൊടുക്കുന്ന സാഹചര്യവും ഉണ്ടായി. അതിനുശേഷമാണ് അയാൾ ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്നിട്ടും കോൺഗ്രസ് അയാളെ പുറത്താക്കിയില്ല. അപ്പോഴെല്ലാം ആദ്യത്തെ സസ്പെൻഷൻ ചൂണ്ടിക്കാണിച്ച് ഒരാളെ ഒരിക്കലേ പുറത്താക്കാൻ പറ്റൂ, രണ്ടാമത് പുറത്താക്കാൻ കഴിയില്ല, ഞങ്ങൾ മാക്സിമം ചെയ്തു എന്ന വാദമാണ് പ്രതിപക്ഷ നേതാവ് മുതൽ ഇങ്ങോട്ട് സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവ് ആഭ്യന്തരമായി പാർട്ടിക്കുള്ളിൽ കടുത്ത നിലപാട് സ്വീകരിച്ചു എന്നൊക്കെ വാർത്തകൾ പുറത്തു വരുന്നത് കാണാതിരിക്കുന്നില്ല. പക്ഷേ ഈ ഘട്ടത്തിലും ഒരാളെ ഒരു തവണയെ പുറത്താക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ ആ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്നലെ രണ്ടാമത്തെ തവണയും ഇതിൻ്റെ തുടർച്ചയായി പുറത്താക്കാൻ തീരുമാനിച്ചു. ഇന്ന് രണ്ടാമത്തെ തവണ പുറത്താക്കിയതായി കോൺഗ്രസ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതായത് ഒരു തവണയല്ല, ഇങ്ങനെയും പുറത്താക്കാമായിരുന്നു, അയാളെ സംരക്ഷിച്ച് പാർട്ടിക്കകത്ത് നിർത്തുകയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് പിന്തുണ പാർട്ടിക്കുള്ളിൽ നിന്ന് ഇത്ര അധികം ലഭിച്ചത് എന്നുള്ള വെളിവാക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന് എതിരെ പരാതികൾ പറയുന്ന ആളുകളെ, സ്ത്രീകളെ, ഇരകളെ, അതിജീവിതമാരെ ഒക്കെ അവഹേളിക്കുന്ന, പാർട്ടിയുടെ ഔദ്യോഗിക സ്പേസിൽ നിന്ന് തന്നെ ചോർന്നു പോകുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അപവാദ പ്രചരണം നടത്തുന്ന ആ വിവരങ്ങൾ നമ്മൾ സൈബർ സ്പേസിൽ കണ്ടതാണ്. ഇപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കി. ഇനിയും പുറത്താക്കിയതിന് ശേഷവും ഗോഡ് ഫാദർമാർ അവശേഷിക്കുന്ന പാർട്ടിയിൽ നിന്ന് എന്ത് പിന്തുണയാണ് ലഭിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നേരിടേണ്ട സാഹചര്യത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കിയൊരു പ്രശ്നത്തെ വലിച്ചിഴച്ച് വഷളാക്കി ഈ മട്ടിൽ ആക്കിയതിന് നേതൃത്വം ഒരു ഘട്ടത്തിൽ ഉത്തരവാദിത്തം പറയേണ്ടി വരും. ഇമാതിരി ഒരു നേതാവിന് വേണ്ടി പാർട്ടിയുടെ അടിത്തട്ടിലുള്ള ജനതയുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തിയ ഈ സമീപനം പാർട്ടി ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും. ഇത്ര കാലം ഇതിനെ ഇങ്ങനെ വലിച്ചഴിച്ചു കൊണ്ടുപോയതിൽ ഒടുവിൽ സമ്മർദ്ദത്തിന് സഹായകരമാകും വിധം പാർട്ടിക്കുള്ളിൽ നിന്ന് സ്ത്രീകളും സാധാരണ പ്രവർത്തകരും അഭിമാനമുള്ള പ്രവർത്തകരും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാ അപവാദ പ്രചരണങ്ങളും മറ്റ് പ്രചരണങ്ങളും സൈബർ അറ്റാക്കുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് അവരിത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ഷഹനാസ് ഇന്നലെ നടത്തിയ ഷാഫി പറമ്പിൽ അയാളെ സംരക്ഷിച്ച് നിർത്തുന്നതിൻ്റെ സാഹചര്യം വരെ വെളിപ്പെടുത്തി. ഇത്തരം സാഹചര്യത്തിലും ആ സമ്മർദ്ദങ്ങളുണ്ടായി. ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പം അത്രയും പ്രതിസന്ധിക്കിടയിലും ആത്മാഭിമാനമുള്ള സ്ത്രീകളും പാർട്ടി പ്രവർത്തകരും ചില നേതാക്കളും ഒക്കെ ഇങ്ങനെ ഒരാളുടെ ഒരു അധോലോക സമാനമായ ഇടപെടലിൻ്റെ സമ്മർദ്ദത്തിന് കീഴടങ്ങാതെ നിന്നു എന്നുള്ളത് ഒരുപക്ഷെ കോൺഗ്രസിൽ ഇനിയും പ്രതീക്ഷകൾ അവശേഷിപ്പിക്കാനുള്ള ഒരു കാരണമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇത്തരക്കാർ നുഴഞ്ഞു കയറി ആധിപത്യം സ്ഥാപിക്കും എന്നുള്ളതിൻ്റെ അടയാളം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട്. ആ ജാഗ്രത എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിൻ്റെ ഈ നടപടിയുടെ തുടർച്ചയായി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് കോൺഗ്രസിൽ ഒരു രണ്ടാം നിര, കേരളത്തിന് മുഴുവൻ എല്ലാ മാധ്യമ പിന്തുണയോടെയും എല്ലാ രാഷ്ട്രീയ പിന്തുണയോടെയും കേരളത്തിൽ ഇവരാണ് കൊള്ളാവുന്ന ചെറുപ്പക്കാർ എന്ന ആഖ്യാനം സൃഷ്ടിക്കും വിധം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാന്നിധ്യത്തോടു കൂടി അപ്പുറത്ത് ഷാഫി പറമ്പിലും ഇപ്പുറത്ത് ഒരുപാട് ആളുകൾ, ഫിറോസ് അടക്കമുള്ള ആളുകളെ മുൻനിർത്തി, സന്ദീപ് വാര്യരടക്കമുള്ള ആളുകളെ മുൻനിർത്തി മുന്നോട്ട് പോയ പാർട്ടിയാണ്. ഏറ്റവും ഒടുവിൽ അങ്ങനെയുള്ള ആളുകളുടെ പ്രതിനിധിയായി ഫെനി നൈനാൻ എന്ന് പറഞ്ഞ ഒരാൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹി അവിടെ പത്തനംതിട്ടയിൽ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാണ് ഫെനി നൈനാൻ? ഇപ്പോൾ സ്ഥാനാർത്ഥിയായ ആൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതിയിൽ ആ പെൺകുട്ടിയെ ആ ക്രൂരമായ ബലാത്സംഗത്തിന് അവിടെ എത്തിച്ചു കൊടുത്ത ആൾ എന്ന് ആ കുട്ടി പരാതിയിൽ പറഞ്ഞ ആളാണ് ഫെനി നൈനാൻ. അയാളിപ്പോൾ സ്ഥാനാർത്ഥിയാണ്. പിന്നെ രോഷാകുലരായ ചെറുപ്പക്കാരുടെ നേതൃനിര നോക്കൂ. സന്ദീപ് വാര്യർ എവിടെയാണ്? ഇപ്പോൾ ഒളിവിലാണ്. സന്ദീപ് വാര്യർ ഒളിവിലാണെന്നാണ് വാർത്ത കാണുന്നത്. ഈ അതിജീവിതയെ അപകീർത്തിപ്പെടുത്തിയ
നടത്തിയ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി കുത്തിപ്പറിക്കാൻ സൈബർ ടീമിന് ഇട്ടുകൊടുത്ത ആരോപണം നേരിടുന്ന കേസിൽ പ്രതിയായ സന്ദീപ് വാര്യർ ഇപ്പോഴും ഒളിവിലാണ്. മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. മറ്റൊരാളാണ് PK ഫിറോസ്. KT ജലീൽ പറയുന്നത് പോലെ ദുബായിൽ ജോലിയുണ്ട് എന്നും കേരളത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു എന്നും പറഞ്ഞ് ദുബായിൽ നിന്ന് ശമ്പളം വാങ്ങുന്നു എന്നുള്ള ആക്ഷേപം നേരിടുന്ന, നിരന്തരമായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അനാവരണം ചെയ്യപ്പെടുന്ന ആരോപണങ്ങളെ നേരിടുന്ന ആൾ മറ്റൊരാളാണ് ഷാഫി പറമ്പിൽ. ആരാണ് ഷാഫി പറമ്പിൽ? ഷാഫി പറമ്പിലിൻ്റെ വിധേയത്വത്തിൽ ആണ് ഈ ആളുകളെല്ലാം കഴിഞ്ഞിരുന്നത് എന്ന ആക്ഷേപം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഷഹനാസിൻ്റെ ആരോപണം വരെ വരികയാണ്. ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഗോഡ് ഫാദറായി ഒരാൾ, എല്ലാത്തിനും നിൽക്കുന്ന ഒരാൾ, അതിൻ്റെ തണലിൽ വളർന്ന രാഹുൽ മാങ്കൂട്ടം, ഇതിലെ മാസ്റ്റർ എന്ന് പറയുന്ന MN കാരശ്ശേരി മാഷൊക്കെ പറഞ്ഞ പോലെ ഭാവിയുടെ പ്രതീക്ഷയായ നേതാവ്, ഭാവി കേരള മുഖ്യമന്ത്രി എന്നാണ് വേറൊരാൾ അയാളെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാൾ, ഈ ഒരു നിര, അതിന് പിന്നാലെ വേറെയുണ്ട്. ഇവരെല്ലാം മാർഗം, രാഷ്ട്രീയ മാർഗം ശരിയല്ല എന്ന് പലവിധ വിമർശനം നമ്മൾ തന്നെ ന്യൂസ് ആൻഡ് ടോസിൽ തന്നെ പല വീഡിയോകൾ പറഞ്ഞിട്ട് അന്നല്ല രാഷ്ട്രീയമായ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഈ ആഖ്യാനം തെറ്റാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വിദ്വേഷ പ്രചരണമാണ് കമൻറ്റുകളിലൊക്കെ നടന്നിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ സ്വീകരിച്ച വഴി തങ്ങളുടെ എതിരാളികളെ വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്തുക, വിദ്വേഷ പ്രചരണം നടത്തുക, മോശമായ വാക്കുകൾ ഉപയോഗിച്ച് പ്രചരണത്തിൽ ഏർപ്പെടുക. അപ്പോൾ അയാളുടെ എതിർപ്പുള്ള ആളല്ല ഇവരുടെ പിന്നിൽ അണിനിരക്കും. അതിൽ രാഷ്ട്രീയം ഉണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പിണറായി വിജയനെ ചീത്ത വിളിക്കുക എന്നുള്ളത്, അങ്ങേയറ്റം മോശം വാക്കുകൾ ഉപയോഗിച്ച് ചീത്ത വിളിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പൊതുപരിപാടിയാണ്. എന്നിട്ട് അതിൻ്റെ താഴെ BJPക്കാരും കോൺഗ്രസ്സുകാരും, അതായത് പിണറായി വിരുദ്ധരായ എല്ലാവരും, CPMമാരും പിണറായി വിരുദ്ധരായ ആളുകളുണ്ടെങ്കിൽ ഇവൻ കൊള്ളാം എന്ന് പൊതുവേ പറയും. അങ്ങനെ അവർ നല്ല നേതാവാവും, എന്നിട്ട് അവർ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ എതിരാളികൾ, ഇപ്പോൾ പൊതിച്ചോറിൻ്റെ കാര്യം നമ്മൾ ഇന്നലെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു. DYFയുടെ പൊതിച്ചോറ്, DYFയോടുള്ള എതിർപ്പ് മുഴുവൻ ഇതിൽ കൊണ്ട് നടക്കാൻ പറ്റും. പൊതിച്ചോറിൻ്റെ പിന്നിൽ അനാശാസ്യം എന്ന് പറഞ്ഞ് നൈസായിട്ടൊരു ഡയലോഗ് തട്ടിവിട്ടാൽ എല്ലാവരും നമ്മുടെ മുഖ്യധാര ചാനൽ 8 മണി ചാനൽ ചർച്ചയിലെ ബുദ്ധിജീവികളടക്കം രാഹുലിൻ്റെ പിന്നിൽ അണിനിരക്കും. അങ്ങനെയുള്ള പല മാർഗ്ഗങ്ങൾ, അതിന് പിന്നാലെ അത്തരം കാര്യങ്ങളിലൂടെ മുഖ്യമന്ത്രി, മകള്, മരുമകൻ, എടോ, നീ, പോടാ, പൊട്ട എന്നൊക്കെ വിളിച്ചിട്ടുള്ള ഈ അധമമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തുന്ന രാഷ്ട്രീയ ശൈലി, ആ ശൈലിയാണ് ഇവരുടെ പ്രധാന മുഖമുദ്ര. എന്നിട്ട് അത് റീൽസുകളാക്കി പ്രചരിപ്പിക്കുക. ഈ രാഷ്ട്രീയ ശൈലിക്കുള്ള ഏറ്റവും കനത്ത അടി, വൈകിയാണെങ്കിലും അത് ധാർമ്മികമായ രാഷ്ട്രീയ പ്രവർത്തനമല്ല എന്ന് തെളിയിക്കുകയാണ്. അതിൻ്റെ VD സതീശൻ വളർത്തിക്കൊണ്ടു വന്നു എന്ന് പറയുന്ന ഈ മുഴുവൻ നിരയും അവരുടെ ധാർമ്മികതയുടെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളായി രാഹുൽ മാങ്കൂട്ടം ഇവിടെ നിൽക്കുകയാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗോഡ് ഫാദർമാരും അനുയായികളും അയാളുടെ കൂടെ നടക്കുന്ന ആളുകളും ഒക്കെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നൊരു സാഹചര്യം പൊതുസമൂഹത്തിലുണ്ട്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ ഫേക്ക് ഐഡികളുടെ തുടർച്ചയായി ഈ തെറി പറയൽ രാഷ്ട്രീയം നമ്മൾ പരാമർശിച്ചു പോകുമ്പോൾ മൂന്നാമതായി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ അനുരണനം എന്താണ് എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾക്ക് വിധേയമാകുന്ന എതിരാളികളായ ആളുകൾ, എതിരാളികളായ നേതാക്കളുടെ ഭാര്യമാരെക്കുറിച്ചൊക്കെ ചില നേതാക്കളൊക്കെ, ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകളൊക്കെ അസഭ്യം പറയുന്നത് കേട്ടാൽ നമുക്ക് അന്നേരം തല പെരുത്തു പോകും. പക്ഷേ ആളുകളോ ഓൻ കൊള്ളാം, ഓൻ അയാൾക്ക് ഒത്ത എതിരാളിയാണ് എന്നൊക്കെയുള്ള ആഖ്യാനത്തിലേക്ക് ഒരു മാധ്യമ സമീപനമുണ്ട്. അത്തരത്തിൽ തീവ്ര വലതു കാഴ്ചപ്പാടുള്ള നിരവധി സാമൂഹ്യ മാധ്യമങ്ങളുള്ള ഒരു നാട് കൂടിയാണല്ലോ കേരളം. അങ്ങനെ അവരെ ഹീറോ ആക്കി മാറ്റുന്ന ഒരു സാഹചര്യം. ഇതിൻ്റെ തുടർച്ചയായി ഇതുണ്ടാക്കുന്ന ആഘാതം, അതിൻ്റെ എതിരായുള്ള നിലപാട് അതേ നാണയത്തിൽ തിരിച്ച് ആരും പറയാതിരിക്കുമ്പം അതൊക്കെ പറഞ്ഞ് ശരിയായിരിക്കും എന്നുള്ള ആഖ്യാനം കൂടി അവർ നിശ്ചയിക്കുന്നുണ്ടായിരുന്നു. അത് ഇത്തരം മാധ്യമങ്ങളിലൂടെ നറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അയാളെ വലിച്ചു കീറി ഒട്ടിച്ചു, അയാളെ തീർത്തു എന്നൊക്കെ പറഞ്ഞുള്ള ആഖ്യാനങ്ങൾ സൃഷ്ടിക്കും. എന്നാൽ അവരെന്ത് സംയമനത്തോടെയാണ് മുന്നോട്ട് പോയത്? കോട്ടയം കുഞ്ഞച്ചൻ എന്ന ഫേക്ക് ID ഉണ്ടാക്കി ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട സംഘം, സൈബർ സംഘം, ആ നേതൃത്വത്തിലുള്ള ആൾ അറസ്റ്റ് ചെയ്തപ്പോഴാണല്ലോ കൂടുതൽ വിവരങ്ങൾ അറിയുന്നത്. CPMലെയും BJP ഇതര രാഷ്ട്രീയ പാർട്ടിയിലെ അവരുടെ എതിരാളികളായ നേതാക്കളുടെ ഭാര്യമാരെക്കുറിച്ച് അവരുടെ ദൃശ്യങ്ങൾ ഉപയോഗിച്ച്, ചിത്രങ്ങൾ ഉപയോഗിച്ച്, ഫേക്കായി മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ച് പ്രചരിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പോലീസ് രേഖകളായി തന്നെ കോടതിയുടെ വിചാരണയിലാണത്. അങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തി. ഇതിൻ്റെ അനന്തരഫലമാണ് ഇങ്ങനെയുള്ള ആളുകൾ എപ്പോഴെങ്കിലും പിടിക്കപ്പെടും. ഒരു ഡിസംബർ 14 കിരീടമണിഞ്ഞയാൾ മറ്റൊരു ഡിസംബർ 14 പിടിക്കപ്പെടും എന്നുള്ള സന്ദേശമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ സാഹചര്യം വ്യക്തമാക്കുന്നത്. അയാളെ ഒടുവിൽ അയാളുടെ പാർട്ടി തള്ളിപ്പറയേണ്ടി വരുന്ന ഗുരുതര സാഹചര്യം. അയാളുടെ പാർട്ടി ഒരിക്കലും തള്ളിപ്പറയില്ല, എന്ത് പീഡനം നടത്തിയാലും തള്ളിപ്പറയില്ല എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ആത്മവിശ്വാസം നൽകുന്ന വിധത്തിലുള്ള ഗോഡ് ഫാദർ അയാൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഹൈക്കമാൻഡ് തന്നെ ഇന്നലെ പറഞ്ഞു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊക്കെ സാമൂഹ്യ സമ്മർദ്ദവും കോൺഗ്രസ് പാർട്ടിയിലെ ആത്മാഭിമാനമുള്ള പ്രവർത്തകരും നേതാക്കളും കൂടി തോൽപ്പിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ കാണണം. ഇത് ഉണ്ടാക്കുന്ന അവസ്ഥ എന്താ? ഈ കാലത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലുണ്ടായ സാഹചര്യം എന്താണ്? കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിയുടെ ഏറ്റവും അടിത്തട്ടിലേക്ക് ഈ പ്രചരണം എത്തിക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന കാലമല്ലേ. ധാർമ്മികമായി ഒരു തരത്തിലും
ഈ രാഷ്ട്രീയത്തെ ഉപയോഗിച്ച് തൻ്റെ കുറ്റകൃത്യങ്ങളുടെ അടയാളം അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ സ്പേസ് ആക്കി രാഷ്ട്രീയത്തെ മാറ്റിയ ഒരാൾ പിടിക്കപ്പെടുമ്പോൾ ആ പാർട്ടിയുടെ ധാർമ്മികതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. തുടക്കത്തിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാമായിരുന്നു. എന്നാൽ സംരക്ഷിക്കുന്ന രീതിയിൽ അവസാനം വരെ പോകുന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ട്. അതിനൊടുവിൽ തിരിച്ചടി നേരിടുമെന്ന് വന്ന ഘട്ടത്തിൽ മാത്രം പുറത്താക്കുന്ന വീണ്ടും രണ്ടാമത് നടപടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇപ്പുറത്തോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ്സിന് ഒരർത്ഥത്തിൽ കുഴപ്പമാണെന്ന് പറയാനുള്ള കാരണം, കുഴപ്പമില്ല എന്ന് പറയാനുള്ള കാരണം, ഇപ്പുറത്ത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ചർച്ചാ വിഷയം എന്തായിരുന്നു? വലിയ സ്വർണ്ണ കള്ളക്കടത്ത് മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങളായിരുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ക്ഷേമ പെൻഷൻ, മറ്റ് ക്ഷേമ പദ്ധതികൾ, കോവിഡ് കാലത്തടക്കം ചെയ്ത സേവനങ്ങൾ ഒക്കെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത കാര്യം LDFും, അപ്പുറത്ത് സ്വർണ്ണ കള്ളക്കടത്ത് പറഞ്ഞ് UDFും മാധ്യമങ്ങളും മുന്നോട്ട് പോയൊരു കാലമായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ജനങ്ങൾക്ക് അവർക്ക് പരിചയമുള്ള അനുഭവമുള്ള കാര്യത്തിലേക്ക് അവർ പോവുകയാണ്. LDFിന് തദ്ദേശത്തിലും നിയമസഭയിലും വലിയ മേൽക്കൈയുണ്ടായി. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുവരെയുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ മറികടന്ന് ക്ഷേമ പെൻഷൻ 2000 ആക്കിയതും മറ്റ് ക്ഷേമ പദ്ധതികൾ തുടങ്ങിയതും റോഡും പാലവും നാട്ടിലിറങ്ങിയാലുള്ള മറ്റ് വികസന പ്രവർത്തനങ്ങളും ഒക്കെ മുദ്രാവാക്യമാക്കി മുന്നോട്ട് വെക്കേണ്ടതായിരുന്നു CPM LDF. പക്ഷേ എന്ത് ചെയ്യാൻ, CPMന് മുന്നിലേക്ക് ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നു. ആ അർത്ഥത്തിൽ CPMന് ഒരു വലിയ നഷ്ടമാണ് കേരള രാഷ്ട്രീയ പ്രചരണ രംഗത്ത് ഒരു വലിയ മുദ്രാവാക്യം ഉപയോഗിക്കാനുള്ള നഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ ഇതിനെ കാണുന്നത്. നേരെ മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം CPM നേതാക്കളൊന്നും അവിടെ ഇവിടെയും പോയി പ്രസംഗിക്കേണ്ട കാര്യമില്ല. ചാനൽ ചർച്ചയിൽ വരുന്ന 3-4 നേതാക്കൾ അവിടുന്ന് പറയുന്നതല്ലാണ്ട് പ്രധാനപ്പെട്ട നേതാക്കളൊന്നും പറയുന്നില്ല. എപ്പോഴും ഒരിക്കൽ ആരെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം, ഇപ്പോൾ ഗോവിന്ദമാഷ് വന്നിട്ട് രാജിവെക്കണം എന്ന് പറയുന്നതല്ലാതെ നിരന്തരമായ ഇടപെടലില്ല. അതിനകത്ത് സ്വാഭാവികമായി വരുന്ന വിവരങ്ങളും തെളിവുകളും അല്ലാതെ മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളത്, മറ്റ് സാധ്യതകളില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ CPMN മുന്നോട്ട് കൊണ്ടുവന്ന മുദ്രാവാക്യങ്ങളെ അത് നടപ്പാക്കിയ കാര്യങ്ങൾ പോലും, ക്ഷേമ പെൻഷൻ്റെ കാര്യം പോലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പൊതുവായി പ്രാദേശികതലത്തിൽ പറയുന്നുണ്ടാവും, പൊതുവായി ഉയർത്തപ്പെടാൻ പറ്റാത്ത വിധം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പീഡന കേസ് അവിടെ നിന്നു. യഥാർത്ഥത്തിൽ UDF കൊണ്ടുവരുന്ന ഒരു നറേറ്റീവ് എല്ലാ കാലത്തും ഉള്ളതാണ്. സ്ത്രീ പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവന്ന് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നില്ല, ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്യുന്നില്ല എന്ന് മാധ്യമങ്ങളും അതിനുവേണ്ടി ആ ആഖ്യാനത്തിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. സാധാരണ മനുഷ്യരെ, സ്ത്രീകളെ അതിക്രമിച്ച് മുന്നോട്ട് പോയി സ്വൈരവിഹാരം നടത്തുന്ന ജനപ്രതിനിധികൾ, അധികാരത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന ജനപ്രതിനിധികൾ തെരഞ്ഞെടുപ്പിലാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇതാണ് ഇവർ ചെയ്യുന്നത് എന്ന് ചർച്ച ചെയ്യേണ്ടത്. അത് സാധാരണ മനുഷ്യനെ ബാധിക്കുന്ന കാര്യമാണ്. ഇവിടുത്തെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവസ്ഥ സാധാരണ മനുഷ്യനെ ബാധിക്കുന്ന വിഷയം, അല്ലെങ്കിൽ പിന്നെ എന്താണ് സാധാരണ മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നം? അതുകൊണ്ട് പീഡകരുടെ കാര്യം തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്. എല്ലാ തെരഞ്ഞെടുപ്പിലും അത്തരം പീഡകർ ചർച്ച ചെയ്യപ്പെടണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും ചർച്ച ചെയ്യപ്പെടണം എന്നാണ്. ഇല്ലെങ്കിൽ ഇതെന്താ, സ്ത്രീകളെന്താ മനുഷ്യരല്ലേ? സ്ത്രീകൾക്കെതിരായ അതിക്രമം ചർച്ച ചെയ്യപ്പെടേണ്ടാത്ത തെരഞ്ഞെടുപ്പ്, അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയമല്ല എന്നാണ് മുതിർന്ന ആളുകൾ പോലും, മുതിർന്ന മാധ്യമ പ്രവർത്തകരൊക്കെ 8 മണിക്ക് ഘോരഘോരം പ്രസംഗിക്കുന്നത്. അതിന് പകരം വേറെ ചർച്ച ചെയ്യണമെന്നാണ് പറയുന്നത്. ഇത് ചർച്ച ചെയ്യപ്പെടാതെ പിന്നെ എന്ത് ചർച്ച ചെയ്തിട്ട് എന്താണ് കാര്യം? നാട്ടിൽ സ്ത്രീകൾ ഇങ്ങനെ അതിക്രമത്തിന് വിധേയരാകുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതാണ് ആ സാഹചര്യത്തിൽ അതുമാത്രം കൂടുതൽ വിവാദ വിഷയം എന്നുള്ള നിലക്ക് അതിനെ കേന്ദ്രീകരിച്ച് ചർച്ച പോയി. അതുകൊണ്ട് CPMന് ഇത് ചർച്ച ചെയ്യാൻ പറ്റില്ല. കോൺഗ്രസിനാണെങ്കിൽ മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ സ്വർണ്ണപ്പാളിയാണെങ്കിൽ ശബരിമല സ്വർണ്ണപ്പാളി തന്ത്രിയിലേക്ക് തിരിഞ്ഞതോടുകൂടി ആ ചർച്ച അവിടെ കോൺഗ്രസ് അവസാനിപ്പിച്ചതാണ്. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടം വീണ്ടും ചർച്ച ചെയ്തത്. അതേസമയം മുഖ്യമന്ത്രി, ED മറ്റേന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും മുന്നോട്ട് വന്നില്ല. ഇപ്പുറത്തെ LDFനും അത് ആ നിലയിൽ നഷ്ടമായി. 4ാമത്തെ കാര്യം പോലീസിൻ്റെ ഇടപെടലാണ്. ഒരുപക്ഷെ മുൻകാലങ്ങളിൽ നമുക്ക് പലവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ, രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഭയങ്കര നേതാവാണല്ലോ, സതീശന് പോലും ഉറച്ച നിലപാട് പരസ്യമായി എടുക്കാൻ പറ്റാത്ത വിധം സ്വാധീനമുള്ള നേതാവാണല്ലോ. അങ്ങനെയുള്ള നേതാക്കൾ ഇത്തരം കേസുകൾ പെടുമ്പം ഒരു ഒത്തുതീർപ്പ് ആരോപണം, ഒത്തുതീർപ്പിൻ്റെ ശൈലി മുന്നോട്ട് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഐസ്ക്രീം പാർലർ കേസ് പോലും ഒത്തുതീർപ്പിലൂടെ അങ്ങ് ഇല്ലാതാക്കി എന്നുള്ള ആരോപണമാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. സോളാർ കേസ് പോലും CBIക്ക് വിട്ട് ഒത്തുതീർപ്പിലൂടെ അവസാനിപ്പിച്ചു എന്നുള്ള ആരോപണം ഒരു ഭാഗത്തുണ്ട്. അങ്ങനെയുള്ള ആരോപണം വരുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരാൾക്കെതിരായി ഇത്തരം ആരോപണം വന്നിട്ട് പോലീസ് ഒരുവിധ വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല എന്നുള്ള ഒരു സാധ്യത കൂടി വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ഒത്തുതീർപ്പിനില്ലാത്ത നിലയിൽ രാഷ്ട്രീയമായി വലിയ നേതാക്കൾക്ക് വേണ്ടി കോൺഗ്രസ് ഇപ്പോൾ ഉറച്ചു നിന്നതാണല്ലോ അവസാനം വരെ. എന്നിട്ട് പോലും ഈ അവസാന വിധി വരുന്നവരെ കോൺഗ്രസ് കാത്തിരുന്നു. എന്നിട്ട് പോലും ഒത്തുതീർപ്പിന് നിൽക്കാതെ പോലീസ് സംവിധാനം അതിനുവേണ്ടി നിന്നു, രാഷ്ട്രീയ നേതൃത്വവും അതിനുവേണ്ടി നിന്നു എന്നുള്ള ഒരു പോസിറ്റീവായ കാര്യം കൂടി 4ാമതായി ഈ വിഷയത്തിൽ പറയേണ്ടത്. 5ാമത്തേതാണ് സ്ത്രീ പ്രശ്നങ്ങളെ വലിയ തോതിൽ അഡ്രസ്സ് ചെയ്യുന്നൊരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുക.
പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇടക്കാലത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ പുരുഷന്മാരുടെ പേരിൽ ന്യായീകരിക്കുന്ന മെൻസ് ബില്ല് വേണമെന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഈശ്വറിനെ പോലുള്ളവരുടെ സാമൂഹ്യ വിരുദ്ധ ആശയങ്ങളെ പേറി ആൺകൂട്ടങ്ങൾ, പീഡകരുടെ സംഘം പൊതുമധ്യത്തിൽ വന്ന് സ്ത്രീകൾക്കെതിരെ വലിയ തോതിൽ നിലപാടെടുക്കുന്നത് പീഡകരെ ന്യായീകരിച്ച രംഗത്ത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഈ കേസിൽ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ ഇപ്പോഴകത്ത് കിടക്കുകയാണ്. സന്ദീപ് വാര്യർ ഒളിവിൽ കഴിയുകയാണ്. പുരുഷന്മാർക്ക് വേണ്ടി എന്നും വ്യാജേന ഇത്തരത്തിലൊരു വാദം ഉന്നയിച്ചുകൊണ്ട് പീഡക സംരക്ഷകരെല്ലാവരും പോലീസിൽ നിന്ന് നടപടി നേരിടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത് വളരെ പോസിറ്റീവായ ഒരു കാഴ്ചയാണ് എന്ന് വേണം പറയാൻ. ഒപ്പം തന്നെ സ്ത്രീകളുടെ പരാതി ഉന്നയിക്കുന്ന സ്ത്രീകളെ ഇമ്മാതിരി സൈബർ അറ്റാക്കിനും മറ്റും വിധേയമാക്കുന്ന ആളുകൾ ഇനിയൊരിക്കൽ കൂടി ഈ മട്ടിൽ രംഗത്ത് വരുമ്പോൾ ആലോചിക്കാനുള്ളൊരു സാഹചര്യമാണ്, നടപടിയാണ് പോലീസ് കൈക്കൊണ്ടത്. അതിൽ സ്ത്രീ പ്രശ്നങ്ങളിലെ ഒത്തുതീർപ്പ് ഇനിയില്ല. സ്ത്രീ പ്രശ്നങ്ങളിൽ ഒരു ഉറച്ച നിലപാട് ഒരുപക്ഷെ കൈക്കൊള്ളുന്നു ഈ ആഭ്യന്തര സംവിധാനം. ഒരുപക്ഷെ ഞാൻ ഈ പിണറായി സർക്കാരിനെ കുറിച്ച് സംസാരിക്കുമ്പം പറയാറുള്ളൊരു കാര്യമാണ്, ഒരു കാലത്തും നടക്കാത്തൊരു കാര്യമായിരുന്നു ദിലീപിനെ പോലെ വലിയ മേധാവിത്വമുള്ള അധികാര ശക്തിയിൽ സിനിമാ സാധ്യതയിൽ തന്നെ വലിയ സാമൂഹ്യ മേധാവിത്വമുള്ള ഒരു ആൾ അറസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത്. ഇത്രമാത്രം ഗൗരവതരമായൊരു സാഹചര്യം അത് നടന്നു. അതൊരു പക്ഷേ ഈ സർക്കാരിൻ്റെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു നേട്ടമാണ്. അത് ശിക്ഷിക്കപ്പെടുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു നടപടിയെടുത്തു. മറ്റൊരിക്കലാണെങ്കിൽ ചിലപ്പോൾ അത് നടക്കാൻ സാധ്യതയില്ല. അദ്ദേഹം മറ്റൊരു രീതിയിൽ ചോദ്യം ചെയ്യലിനൊക്കെ വിധേയമായി അങ്ങ് പോകുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടില്ല. അതുകൊണ്ട് ആ ദിലീപ് കേസ് മുതൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കേസ് വരെ അങ്ങനെയുള്ള സ്ത്രീ പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാട് പലപ്പോഴും കൈക്കൊണ്ടിട്ടുള്ളതായി ഈ സർക്കാരിൻ്റെ ആഭ്യന്തര സംവിധാനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ എവിടെയും വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങൾ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. പക്ഷേ പൊതുവായൊരു കാര്യം എന്ന നിലയിൽ ഇത് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ വരെ അങ്ങനെ ഒരു സ്ത്രീ പ്രശ്നം ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇടക്കാലത്ത് നമുക്കുണ്ടായ പേരുദോഷം, ഈ സ്ത്രീ പീഡന കേസുകൾ കോടതിയിലടക്കം പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ള പേരുദോഷത്തെ മറികടക്കാൻ ഈ സമീപകാലത്ത് തന്നെ അത്തരം കേസുകളുണ്ട്, ഹൈക്കോടതിയിലടക്കം ഉണ്ട്. പക്ഷേ അങ്ങനെ മറികടക്കാൻ, അതുകൊണ്ട് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ മുഴുവൻ ന്യായീകരിക്കുന്ന രീതിയിൽ എല്ലാം ഫേക്കാണ് എന്ന നരേറ്റീവ് സൃഷ്ടിക്കുന്ന രീതിയിൽ രാഹുൽ ഈശ്വരന്മാർ പൂണ്ട് വിളയാടുകയായിരുന്നു. അതിവിടെ പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം. ആ അർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസ്, ഈ ജാമ്യാപേക്ഷ തള്ളി കോൺഗ്രസ് രണ്ടാമതും പാർട്ടിയിൽ നിന്നും പുറത്താക്കി നിൽക്കുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം നമുക്ക് മുന്നിൽ ഒരു പാഠപുസ്തകമായി നിൽക്കുകയാണ്. ആ പാഠപുസ്തകം ഇങ്ങനെയൊക്കെ നമ്മൾ വായിച്ച് മുന്നോട്ട് പോകണം. നിങ്ങൾക്കും ഇതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു ചില അധ്യായങ്ങൾ വായിക്കാനുണ്ടാകും. നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണാം. നന്ദി, നമസ്കാരം.